വയനാടിലെ തന്നെ സ്നേഹിച്ച ജനങ്ങൾക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ അഭയം നൽകി, രാഷ്ട്രീയ വിജയം നൽകി, അതിജീവനം നൽകിയ ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെയും അത്യുത്സാഹത്തിൻ്റെയും വേദനയുടെയും ഒക്കെ നടുവിലാണ് രാഹുൽ ഗാന്ധി എന്ന് കഴിഞ്ഞ ദിവസം സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സാറ് പറയുകയുണ്ടായി. അത്രമേൽ അസ്വസ്ഥതയും ദുഃഖവും വേദനയുമുണ്ട് ഈ നാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് എത്തണമെന്നും എന്നാൽ ഹെലികോപ്റ്റർ ലാൻഡിങ്ങിനുള്ള സാഹചര്യം സുഖകരമല്ലാത്തതുകൊണ്ട് വീണ്ടും മാറ്റിവെക്കുകയുമൊക്കെ ചെയ്തത്. എങ്കിലും താൻ പ്രതിനിധീകരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയിൽ അദ്ദേഹം പാർലമെൻറ്റിൽ ആ വിഷയം ഒരു പ്രമേയമായി അവതരിപ്പിക്കാനും വ്യത്യസ്ത വകുപ്പുകളിൽ കഴിയുന്നത്ര സഹായം ഈ നാടിനെത്തിക്കാനും വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെയും വേദനയുടെയും ഒക്കെ ആഴമാണ് സൂചിപ്പിക്കുന്നത്. പാർലമെൻറ്റ് വളരെ വ്യത്യസ്തമായ മറ്റൊരു രംഗത്തിനു കൂടി സാക്ഷിയായി. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ രാഹുൽ ഗാന്ധി മുൻകൈയെടുത്ത് എല്ലാ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികളെയും മെമ്പർമാരെയും അറിയിച്ച് ഒരു മൗനാചരണ സംഗമം ഈ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ നടത്തി. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഓർമ്മകൾക്ക് മുന്നിലും ഒപ്പം ഡൽഹിയിലെ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു മലയാളി അടക്കമുള്ള സിവിൽ സർവീസ് പരിശീലനാർത്ഥികളുടെ ഓർമ്മകളും ചേർത്ത് വെച്ചാണ് അത്തരമൊരു ചടങ്ങ് നടത്തിയത്. എന്നിട്ട് അതിൻ്റെ ചിത്രങ്ങളും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പങ്കുവെക്കുകയുണ്ടായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആ മനുഷ്യന് ഈ നാടിനോടുള്ള നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയുമൊക്കെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണ് എന്നത് ചേർത്ത് വെച്ച് നാം ചിന്തിക്കേണ്ടതാണ്. അത്രമേൽ ഇഷ്ടമാണ് വയനാടിനെ. അതാണ് സത്യം. ഒരു ദിവസത്തിൻ്റെയും ചിലപ്പോഴൊക്കെ ഒരു ജീവിതത്തിൻ്റെയും ആകെ ജീവിത പ്രയാസങ്ങളുടെ ഭാരം ഇറക്കി വെച്ചാണ് മനുഷ്യർ അവനവൻ്റെ കൂരകളിൽ രാത്രിയിൽ അന്തി ഉറങ്ങാനായി കിടക്കകളിലേക്ക് പോകുന്നത്. ഉറങ്ങുമ്പോൾ ഉണർന്നു ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരും ഓർക്കുക. എന്നാൽ കണ്ണൊന്ന് അടച്ചു പോയ ശേഷം പിന്നീട് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് പോയ ഏതാണ്ട് 300 കണക്കിന് മനുഷ്യജീവിതങ്ങൾ, നിരവധി വീടുകൾ, ജീവനോപാധികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ദേവാലയങ്ങൾ, ഇതൊക്കെയും നമ്മുടെ കൺമുന്നിൽ നമുക്ക് സാക്ഷിയായി, നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ നമുക്ക് കൂടിയുള്ള പരീക്ഷണമായി കാണേണ്ടി വരുന്നു. വയനാട്ടിൽ മനോഹരമായ ഭൂപ്രകൃതിയുള്ള നാട്, ഒരുപാട് വൈവിധ്യങ്ങളുള്ള നാട്, സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ ഇടയ്ക്കെങ്കിലുമൊക്കെ എല്ലാവരും സന്ദർശിക്കുന്ന നാട്, അതുപോലെ തന്നെ ഒരുപാട് കഠിനാധ്വാനികളായ മനുഷ്യരുടെ നാട് കൂടിയാണ്. അവിടുത്തെ ജനങ്ങളെ സഹായിക്കേണ്ടതുണ്ട്. അത് ഈ താൽക്കാലികമായുള്ള വെള്ളക്കുപ്പികളും പാത്രങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊന്നും അങ്ങകല ദൂരങ്ങളിൽ നിന്ന് ഇത്രയും മനുഷ്യർക്കായി എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു പക്ഷേ അത്ര വലിയ ആവശ്യവുമായിരിക്കില്ല. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത്തരം മനുഷ്യരെ സഹായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. 2019 പുത്തുമലയിൽ, അതായത് ഇപ്പോൾ ഈ ദുരന്തം നടന്നതിൻ്റെ 1.5 കിലോമീറ്റർ സമീപം സമാനമായ ദുരന്തമുണ്ടായപ്പോൾ ഞങ്ങളവിടെ സന്ദർശിച്ചതാണ്. അന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ ഈ ഓളവും ബഹളവും ഒക്കെ തീർന്നതിന് ശേഷം ജീവിക്കാൻ മാർഗമില്ലാത്തവർ, ചിലപ്പോൾ റേഷൻ കാർഡും മേൽവിലാസവും ഇല്ലാത്തവർ, വഴിയോരങ്ങളിലായിപ്പോയവർ, അവർക്കൊക്കെയും ബാക്കിയാവുന്ന ജീവിതങ്ങളെ കെട്ടിപ്പടുക്കാൻ അന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്തതാണ്. വീടുൾപ്പെടെ നിർമ്മിച്ച് നൽകിയതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ സ്നേഹം വയനാട് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്നേഹസേനയുടെ നേതൃത്വത്തിൽ എല്ലാ മനുഷ്യരും അടങ്ങുന്നൊരു കൂട്ടായ്മയാണത്. അവർ ഉചിതമായ രീതിയിൽ എല്ലാവരും ചേർന്ന് ലക്ഷ്യസ്ഥാനത്ത് ആവശ്യമെങ്കിൽ നിങ്ങളുടെ തന്നെ മേൽവിലാസത്തിൽ അത് എത്തിച്ചു നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധരായിരിക്കും. ഈ പറഞ്ഞ സഹായത്തിനായി നമുക്കൊരു പക്ഷേ നാളെ കൈനീട്ടേണ്ടി വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം. അതിനേക്കാൾ സ്ഥായിയായ നന്മയുടെ മൂലധന നിക്ഷേപം മറ്റൊന്നുമില്ല. വിശദവിവരങ്ങൾക്ക് അക്കൗണ്ടുകളും ഫോൺ നമ്പറുകളും GPay നമ്പറുകളും ഇതോടൊപ്പം നൽകുന്നുണ്ട്.